Hello my dear students, welcome to Teacher at Home. Today class we are going to learn the third chapter, that is a letter from a father to his daughter, Book of Nature. It's a collection of letters written by Jawaharlal Nehru to his 12-year-old daughter Indira in the summer of 1928. At that time, Nehru was in Allahabad and Indira was in Missouri. Nehru used to write letters from time to time to Indira. The Book of Nature is one of those letters. അപ്പോൾ ഫാദർ അച്ഛൻ മകൾക്ക് എഴുതുന്ന കത്താണത് അല്ലേ, ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക്. അപ്പോൾ നെഹ്റു എവിടെയായിരുന്നു? അലഹബാദിലും. ഇന്ദിരാഗാന്ധിയോ മസൂരിയിൽ. ഓക്കെ, അപ്പോൾ ആ ബുക്ക് ഓഫ് നേച്ചർ അതിനെക്കുറിച്ചുള്ളതാണ്. വെൻ യു ആൻഡ് ഐ ആർ ടുഗദർ വി ഓഫൺ ആസ്ക് മീ ക്വസ്റ്റ്യൻ അബൌട്ട് മെനി തിങ്സ് ആൻഡ് ട്രൈ ടു ആൻസർ ദം ആൻഡ് ഐ ട്രൈ ടു ആൻസർ ദം. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ ഈ കുറേ ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ അതിനുള്ള ഉത്തരമൊക്കെ തരും. നൗ ദാറ്റ് യു ആർ ഇൻ മസൂരി, ഐ ആം ഇൻ അലഹബാദ്. നീ ഇപ്പം മസൂരിയിലും ഞാൻ അലഹബാദുമാണ്. വി കനോട്ട് ഹാവ് ദെയർ ടാക്ക്, നമുക്ക് വർത്താനമില്ല. ഐ ആം ദെർഫോർ ഗോയിങ് ടു റൈറ്റ് ടു യു ഫ്രം ടൈം ടു ടൈം ഷോർട്ട് അക്കൗണ്ട്സ് ടു ദ സ്റ്റോറി ഓഫ് അവർ എർത്ത്. അപ്പം ഞാൻ ഈ ഭൂമിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പോവുകയാണ്. ഐ എം അഫ്രൈഡ് ഐ ക്യാൻ ടെൽ യു വെരി ലിറ്റിൽ ഇൻ ദിസ് ലെറ്റേഴ്സ് ഓഫ് മൈൻ. ഞാൻ പേടിക്കുകയാണ്. ബട്ട് ദാറ്റ് ലിറ്റിൽ ഐ ഹോപ്പ് വിൽ ഇൻട്രസ്റ്റ് യു ആൻഡ് മേക്ക് യു തിങ്ക് ഓഫ് ദ വേൾഡ് ആസ് എ ഹോൾ ആൻഡ് ഓഫ് ദ പീപ്പിൾസ് in as our brothers and sisters. ഈ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാനും ഇവിടുത്തെ ബ്രദറും സിസ്റ്ററും, അതായത് ഇവിടുത്തെ ആൾക്കാരെ നിൻ്റെ ബ്രദറും സിസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യാനും നീ ശ്രമിക്കും. വെൻ യു ഗ്രോ അപ്പ് യു വിൽ റീഡ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് ദർ. നീ വലുതാവുമ്പോൾ ഭൂമിയെക്കുറിച്ചുള്ള കഥകൾ വായിക്കും. ആൻഡ് ഹർ പീപ്പിൾസ് ഇൻ ഫാറ്റ് ബുക്സ്. ജനങ്ങളെക്കുറിച്ചിട്ട് വലിയ ബുക്കിലും വായിക്കും. യു വിൽ ഫൈൻഡ് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ എനി അതർ സ്റ്റോറി ഓർ നോവൽ ദാറ്റ് യു മേ ഹാവ് റീഡ്. അത് വായിക്കുമ്പോഴായിരിക്കും നിനക്ക് നല്ല താല്പര്യം, മറിച്ച് നോവലും കഥകളും വായിക്കുന്നതിനേക്കാൾ കൂടുതലും. ബട്ട് ഇൻ ഓൾ ടൈംസ് വെൻ മെൻ ഡിഡ് നോട്ട് എക്സിസ്റ്റ് ഷുവർലി നോ ബുക്സ് ഹാവ് ബീൻ റിട്ടൺ. മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് മെൻ ഡിഡ് നോട്ട് എക്സിസ്റ്റ് അല്ലേ, ബുക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹൗ ദെൻ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ദെൻ? പിന്നെ എങ്ങനെയാണ് നമുക്ക് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം? വി കനോട്ട് നിയർലി സിറ്റ് ഡൗൺ ആൻഡ് ഇമാജിൻ എവറിത്തിങ്. നമുക്ക് ഇരുന്നിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ദിസ് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് നല്ല രസമാണ് കേൾക്കാൻ. ഫോർ വി കുഡ് ഇമാജിൻ എനിത്തിങ് വി വാണ്ടഡ് ടു. നമുക്ക് ഇമാജിൻ ചെയ്യാം, ചിന്തിക്കാം എന്താ നമുക്ക് വേണ്ടത് എന്നത്. ആൻഡ് വുഡ് ദസ് മേക്ക് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫെയറി ടൈൽസ്. അത് നമുക്ക് വലിയ ഭംഗിയുള്ള കഥയാക്കി മാറ്റാം. ബട്ട് ദിസ് നീഡ് നോട്ട് ബി ട്രൂ ആസ് ഇറ്റ് വുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ എനി ഫാക്ട്. ഇത് സത്യമാവണം എന്നില്ല, നമ്മൾ കണ്ടതൊക്കെ സത്യമാവണമെന്നില്ല. ബട്ട് ഓൾദോ വി ഹാവ് നോ ബുക്സ് റിട്ടൺ ഇൻ ദോസ് ഫാർ ഓഫ് ഡേയ്സ്. നമ്മുടെ കയ്യിൽ ഒരു ബുക്കും ഇല്ല അന്നത്തെക്കുറിച്ച് എഴുതിയത്. ഫോർച്ചുനേറ്റ്ലി വി ഹാവ് സം തിങ്സ് വിച്ച് ടെൽ അസ് എ ഗ്രേറ്റ് ഡീൽ ആസ് വെൽ. എന്താണ് കുറച്ച് കാര്യങ്ങൾ? വി ഹാവ് സംതിങ് വിച്ച് ടെൽ അസ് എ ഗ്രേറ്റ് ഡീൽ ആസ് വെൽ. കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് ആസ് എ ബുക്ക് വുഡ്. ഒരു ബുക്ക് എന്താണോ പറയണേ അതുപോലെ. വി ഹാവ് റോക്സ് ആൻഡ് മൗണ്ടൻസ് ആൻഡ് സീസ് ആൻഡ് സ്റ്റാർസ് ആൻഡ് റിവേഴ്സ് ആൻഡ് ഡെസേർട്സ്, ദ ഫോസിൽസ് ഓഫ് ഓൾഡ് ആനിമൽസ്. നമുക്ക് എന്തൊക്കെയുണ്ടത്? റോക്സ് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്, സീയും സ്റ്റാറും ഒക്കെ ഉണ്ട് അല്ലേ. ദിസ് ആൻഡ് അതർ ലൈക്ക് തിങ്സ് ആർ അവർ ബുക്സ് ഫോർ ദ എർത്ത്സ് ഏർലി സ്റ്റോറി. ഭൂമിയുടെ പഴയ കഥകളെക്കുറിച്ച്. ആൻഡ് ദ റിയൽ വേ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സ്റ്റോറി ഇസ് നോട്ട് മിയർലി ടു റീഡ് അബൌട്ട് ഇൻ അതർ പീപ്പിൾ ബുക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് ബുക്കിൽ നിന്ന് മാത്രമല്ല, ബട്ട് ടു ഗോ ടു ദ ഗ്രേറ്റ് ബുക്ക് ഓഫ് നേച്ചർ ഇറ്റ് സെൽഫ്. അതിനെക്കാട്ടിയും നല്ലത് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലലാണ്. You will, I hope, soon begin to learn how to read this story from the rock and mountain. അപ്പോൾ ബുക്കിൽ നിന്ന് വായിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? മലകളും കാടുകളും ഒക്കെ പോയി സന്ദർശിച്ച് അവിടെ നിന്നും പഠിക്കണം. ഇമാജിൻ ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്. എന്ത് രസമാണിത് കാണാൻ. എവറി ലിറ്റിൽ സ്റ്റോൺ ദാറ്റ് യു സീ ലൈയിങ് ഓൺ ദ റോഡ് ഓർ ഓൺ ദ മൗണ്ടൻ സൈഡ് മേ ബി എ ലിറ്റിൽ പേജ് ഇൻ ദ നേച്ചേഴ്സ് ബുക്ക് ആൻഡ് മേ ബി ഏബിൾ ടു ടെൽ യു സംതിങ്. പ്രകൃതിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. If you only knew how to read, അത് വായിക്കാൻ പറ്റുമ്പോൾ മാത്രം. To be able to read any language, ഏതെങ്കിലും ഭാഷകൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ്, you have to be learn its alphabet. അതിൻ്റെ ആൽഫബറ്റ് പഠിക്കണം, ആദ്യം തൊട്ട് പഠിക്കണം. So also you must learn the alphabet of nature. അതുപോലെ തന്നെ ആൽഫബറ്റ് ഓഫ് പ്രകൃതിയുടെ തുടക്കവും നീ പഠിച്ചിരിക്കണം. Before you read her story in her books. ബിഫോർ യു റീഡ് ഹെർ സ്റ്റോറി, അതായത് സ്റ്റോറി ബുക്സിൽ വായിക്കണത് ഓഫ് സ്റ്റോൺ, കല്ലിനെ കുറിച്ചും മലകളെക്കുറിച്ചും. ഈവൻ നൗ പെർഹാപ്സ് യു നോ എ ലിറ്റിൽ
how to read. എങ്ങനെ വായിക്കണേ എന്ന് നിനക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. If you see a little round shiny pebbles, does it not tell you something? അപ്പോൾ നീ കാണുകയാണ്, ഒരു ഷൈനി പെബിളിനെ നീ കാണുകയാണെങ്കിൽ അത് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ടാവില്ലേ? ഹൗ ഡിഡ് ഇറ്റ് ഗെറ്റ് റൗണ്ട്? എങ്ങനെയാണ് അതിന് റൗണ്ടും സ്മൂത്തും ഷൈനി ആയിട്ട് കിട്ടിയത്? വിതൗട്ട് എനി കോർണേഴ്സ് ഓർ റൗണ്ട്, ഒരു കോർണറും റൗണ്ട് എഡ്ജ് ഇല്ലാതെ എങ്ങനെയാണ് അത് ഇത്രയും മിനുസമായി വന്നത്? ഇഫ് യു ബ്രേക്ക് എ ബിഗ് റോക്ക് ഇൻ ടു സ്മോൾ ബിറ്റ്സ്, ഒരു വലിയ കല്ലിനെ നമ്മൾ ചെറുതാക്കുകയാണ്. ഈച്ച് ബിറ്റ് ഈസ് റഫ്, ഓരോ കഷ്ണവും എന്താണ്? മിനുസമല്ലാത്തതാണ്. ആൻഡ് ഹാസ് കോർണേഴ്സ് ആൻഡ് റൗണ്ട്, കോർണറും റൗണ്ട് എഡ്ജുമാണ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് എ റൗണ്ട് സ്മൂത്ത് പെബിൾ, അതൊരു സ്മൂത്ത് പെബിളിനെ പോലെയല്ല. ഹൗ ഡിഡ് ദ പെബിൾ ബിക്കം സോ റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി? പെബിൾ, ഒരു കല്ല് എങ്ങനെയാണ് ഇത്രയും സ്മൂത്തും റൗണ്ടും ഷൈനി ആയത്? ഇറ്റ് വിൽ ടെൽ യു ഇൻ എ സ്റ്റോറി ഇഫ് യു ഹാവ് ഗുഡ് ഐസ് ടു സീ ആൻഡ് ഇയേഴ്സ് ടു ഹിയർ ഇറ്റ്. അപ്പോൾ ഈ കഥയിലൂടെ നിനക്കത് പറഞ്ഞു തരാം, നിനക്ക് കാണാനുള്ള കഴിവും കേൾക്കാനുള്ള ഒരു ക്ഷമയുണ്ടെങ്കിൽ. ഇറ്റ് ടെൽ യു ദാറ്റ് വൺസ് അപ്പോൺ എ ടൈം, ഇറ്റ് മേ ബി ലോങ് എഗോ, അപ്പോൾ കുറേ കാലത്തിന് മുമ്പ്, ഇറ്റ് വാസ് എ ബിറ്റ് ഓഫ് റഫ്, അതൊരു കഷ്ണം കല്ലായിരുന്നു. ജസ്റ്റ് ലൈക്ക് ദ ബിറ്റ് യു മേ ബ്രേക്ക് ഫ്രം എ ബിഗ് സ്റ്റോൺ, അതായത് വലിയൊരു പാറക്കഷ്ണത്തിൽ നിന്ന് നമ്മളൊരു ചെറിയ കഷ്ണം എങ്ങനെയാണോ എടുത്തത് അതുപോലെ ആയിരിക്കും. ഓർ സ്റ്റോൺ വിത്ത് പ്ലെൻറ്റി ഓഫ് എഡ്ജസ് ആൻഡ് കോർ, അല്ലെങ്കിൽ ഒരു കല്ല് കുറേ അധികം എഡ്ജും കോർണറും ഉള്ള ഒരു കല്ല്. പ്രോബബ്ലി ഇറ്റ് റെസ്റ്റഡ് ഓൺ സം മൗണ്ടൻ സൈഡ്, അത് എവിടെ? ഒരു മലയുടെ താഴ്വാരത്താണ് അത് ഉണ്ടായിരുന്നത്. ദെൻ കെയിം ദ റെയിൻ ആൻഡ് വാഷ്ഡ് ഇറ്റ് ഡൗൺ ടു ദ ലിറ്റിൽ വാലി, അപ്പോഴാണ് മഴ വന്നതും അത് തൂത്തുപോയതും. വെർ ഇറ്റ് ഫൗണ്ട് എ റിവർ മൗണ്ടൻ സ്ട്രീം, നമ്മൾ അവിടെ എന്താ കണ്ടത്? ഒരു മൗണ്ടൻ സ്ട്രീം അല്ലേ, മല അരുവിനെ കണ്ടു. വിച്ച് പുഷ്ഡ് ഇറ്റ് ഓൺ ആൻഡ് ലിറ്റിൽ എ ലിറ്റിൽ റിവർ, അത് അതിനേക്ക് തള്ളി എവിടെ കൊണ്ടുപോയി? പുഴയുടെ അവിടേക്ക് കൊണ്ടുപോയി. ആൻഡ് ദ ലിറ്റിൽ റിവർ ബിക്കേം എ ബിഗ് റിവർ, അതായത് ആദ്യം ഒരു ചെറിയ അരുവിയായിരുന്നു, അതാണ് ഒരു പുഴയായത്, പിന്നെ ഒരു വലിയ നദിയായി. ആൻഡ് അറ്റ് ദ വൈൽ ഇറ്റ് റോൾ ടു ദ ബോട്ടം ഓഫ് ദ റിവർ എഡ്ജസ് വർ വോൺ അവേ, അത് അതിൻ്റെ അറ്റത്തെത്തിയിട്ട് മാറിപ്പോയി. ദസ് ദ റഫ് സർഫേസ് വാസ് വെരി മെയ്ഡ് സ്മൂത്ത് ആൻഡ് ഷൈൻ, അങ്ങനെയാണ് ആ റഫായിട്ടുള്ളത് സ്മൂത്തും ഷൈനി ആയത്. സോ ഇറ്റ് ബിക്കെയിം ദ പെബിൾ അറ്റ്സ് യു, അതാണ് നീ ഇപ്പോൾ കാണുന്നതിനുള്ള സ്മൂത്ത് ആയിട്ടുള്ള കല്ല്. സംഹൗ ദ റിവർ ലെഫ്റ്റ് ഇറ്റ് ബിഹൈൻഡ് ആൻഡ് യു ഫൗണ്ട് ഇറ്റ്, ആ പുഴ ഇവിടെ അതിവിടെ ഉപേക്ഷിച്ചു, അങ്ങനെയാണ് നീ കണ്ടത്. ഇഫ് ദ റിവർ ഹാഡ് ക്യാരിഡ് ഇറ്റ് ഓൺ ഇറ്റ് വുഡ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ, അപ്പോൾ പുഴ അതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ചെറുതായി പോയേനെ. ടിൽ അറ്റ് ലാസ്റ്റ് ഇറ്റ് ബിക്കെയിം എ ഗ്രെയിൻ ഓഫ് സാൻഡ്, ഒരു നെല്ലിൻ്റെ അത്ര വലിപ്പമേ ഉണ്ടാവുള്ളൂ, ധാന്യത്തിൻ്റെ അത്ര വലിപ്പം. ജോയിൻഡ് ഹിസ് ബ്രദേഴ്സ് അറ്റ് ദ സീ സൈഡ്, എന്നിട്ട് അവസാനം എവിടെ ചെന്നെത്തും? കടലിൻ്റെ അരികിൽ ചെന്നെത്തും. ടു മേക്ക് എ ബ്യൂട്ടിഫുൾ ബീച്ച്, എന്നിട്ട് അത് ഭംഗിയുള്ള ഒരു ബീച്ചായിട്ട് ഫോം ചെയ്യും. വെർ ലിറ്റിൽ ചിൽഡ്രൻ ക്യാൻ പ്ലേ ആൻഡ് മേക്ക് കാസിൽ, അവിടെ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യും? കളിക്കുകയും പിന്നെ മണ്ണ് കൊണ്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇഫ് എ ലിറ്റിൽ പെബിൾ ക്യാൻ ടെൽ യു സച്ച് മച്ച്, ഇപ്പോൾ ഒരു ചെറിയ കല്ല് നിനക്ക് ഇത്രമാത്രം പറഞ്ഞു തരികയാണെങ്കിൽ, ഹൗ മച്ച് യു കുഡ് ലേൺ ഫ്രം റോക്സ് ആൻഡ് മൗണ്ടൻസ്, അപ്പോൾ ഒരു വലിയ കല്ലിൽ നിന്നും പാറയിൽ നിന്നും മലകളിൽ നിന്നും നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നിന്നും പഠിക്കാൻ പറ്റും. Okay, so this was a very interesting topic that is told by Nehru to his daughter Indira Gandhi. It's found to be very interesting. So you have to go through this 2 or 3 times. If you are interested, please do like, share and subscribe my channel. Okay, thank you.